ഹായ് വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു സോളോ ട്രാവൽ നടത്തുകയാണ്. ജസ്റ്റ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ പോയി പിറ്റേ ദിവസം വെളുപ്പിനെ എത്തും. അങ്ങനെയാണ് പോകുന്നത്. ഞാൻ പോകുന്നത് കോയമ്പത്തൂർ ഇഷ യോഗ സെൻറ്ററിലാണ്. എനിക്ക് ഒത്തിരി നാളായിട്ട് ഞാൻ ഒത്തിരി മാസങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് എനിക്ക് സദ്ഗുരുവിനെ ഒന്ന് നേരിട്ട് കാണണം. ഇഷ യോഗ സെൻറ്ററിൽ അവിടെ പോയി താമസിക്കണം, കോയമ്പത്തൂരിൽ കുറച്ച് നാൾ താമസിക്കണം എന്നൊക്കെ ഒരുപാട് നാളുകളായിട്ട് വിചാരിച്ചിരുന്നതാണ്. ഞാനിങ്ങനെ ഇടയ്ക്ക് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യുന്നതാണ്. സദ്ഗുരുവിൻ്റെ ഗുരുജിയുടെ സ്പീച്ചസൊക്കെ ഇങ്ങനെ യൂട്യൂബ് വഴിയൊക്കെ കേൾക്കാറുണ്ട്. കഴിഞ്ഞ ശിവരാത്രി ദിവസമൊക്കെ ലൈവായിട്ട് സദ്ഗുരുവിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒക്കെ ലൈവായിട്ട് അത് ഫുൾ ഇങ്ങനെ കണ്ട് ഒക്കെ ചെയ്തിരുന്നു. ഞാൻ വീഡിയോസിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുമുണ്ട്, ഞാനത് ഫുൾ കണ്ടു എന്നൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞതായിട്ട്. അപ്പം ഇവിടെ കൊച്ചിയിൽ നിന്നുള്ള ഒരു ട്രിപ്പാണ് അറേഞ്ച് ചെയ്തിരുന്നത്. ഇവിടെ നിന്ന് ബസ്സിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ഫ്രണ്ട് ഗായത്രി വന്നിരുന്നു. ശരിക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് കുറേ പുതിയ ആൾക്കാരെ പരിചയപ്പെട്ട് എല്ലാവരും ഒരേ ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്ന കുറേ ആൾക്കാർ. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ മുരളിയുടെ കൂടെ മാത്രം ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യാത്ര. പിന്നെ എനിക്കറിയാവുന്ന ഗായത്രി കൂടെ ഉള്ളതുകൊണ്ട് ഒരു ധൈര്യമുണ്ട്. എന്നാലും ഞാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകണം എന്ന് വിചാരിച്ചിരുന്നതാണ്. എന്നാലും ഗായത്രി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ധൈര്യം അത്രേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ കോയമ്പത്തൂർ എത്തി. എറണാകുളത്തുനിന്ന് രാവിലെ 6 മണിക്ക് തിരിച്ചാണ്. 11:30 ഒക്കെ കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയായിരുന്നു. 11:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കോയമ്പത്തൂർ എത്തിയായിരുന്നു. ഇത് എൻട്രൻസിൻ്റെ അവിടെയുള്ള നന്ദിയാണ്. അകത്തൊന്നും അധികം വീഡിയോഗ്രാഫി അലോഡല്ല. പിന്നെ ഫുൾ ടൈം വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാനും പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് ഈ വൈറ്റ് ബാൻഡ് ഉള്ളവർക്ക് മൊബൈലൊന്നും അവർ മേടിച്ച് വെച്ചില്ല, മൊബൈലൊക്കെ അകത്ത് എടുക്കാമായിരുന്നു. എന്നാലും ഞാൻ ഫുള്ളൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. വീഡിയോ എടുക്കുന്നത് കണ്ടാൽ അവിടെ വോളണ്ടിയേഴ്സ് അപ്പം തന്നെ മൊബൈൽ മേടിച്ച് വെക്കുമെന്ന് ഞങ്ങളുടെ കൂടെ ഉള്ള കോർഡിനേറ്റേഴ്സ് പറഞ്ഞായിരുന്നു. അത് ഞാൻ പിന്നെ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇച്ചിരി പറ്റുമ്പോഴൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന വൈറ്റ് ബാൻഡ്. അപ്പം വൈറ്റ് ബാൻഡൊക്കെ കെട്ടി ഞങ്ങൾ ആദ്യം തന്നെ ലഞ്ച് കഴിക്കാനാണ് പോയത്. ഇവിടെ നിന്ന് തന്നെയുള്ള ലഞ്ചാണ്, അവരുടെ ലഞ്ചാണ്. അവിടെ വോളണ്ടിയേഴ്സായിട്ട് താമസിക്കുന്നവർക്കും അവിടുത്തെ ഇൻമേറ്റ്സിനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ലഞ്ചാണിത്. നല്ല ഒരു ലഞ്ചാണ് കേട്ടോ. നല്ല ചോറ്, പയറുതോരൻ, ക്യാബേജ് തോരൻ, സാമ്പാർ, കപ്പലണ്ടി പുഴുങ്ങിയത്. അപ്പം ഫുള്ളൊരു പ്രോട്ടീൻ മയമായിരുന്നു. പിന്നെ ഒരു നാരങ്ങ പിക്കിള്, പിന്നെ നല്ലൊരു റാഗി പായസം കേട്ടോ. പിന്നെ ഒരു കുമ്പളങ്ങ ജ്യൂസ്. റാഗി പായസം അസൽ ടേസ്റ്റ് ഇടാന്ന് ഉണ്ടാക്കി നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ഇത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നടന്നത് ആദിയോഗി ഒരു സ്റ്റാച്ചു, ആദിയോഗിയുടെ ഒരു വലിയൊരു പ്രതിമയില്ലേ, അങ്ങോട്ടാണ്. നല്ല ദൂരമുണ്ട് കേട്ടോ ആദിയോഗിയുടെ അങ്ങോട്ട് നടക്കാനായിട്ട്. അപ്പോൾ കുറേ പേര് ഇങ്ങനെ കാളവണ്ടിയിൽ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ഒരു സദ്ഗുരുവിൻ്റെ നാമജപങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല രസം. ഫുൾ അവിടെ ഒരു ഇങ്ങനെ ഡിവൈൻ അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. അപ്പം ഇതാണ് എനിക്ക് ദൂരേന്ന് കാണുമ്പോൾ തന്നെ ആ ഒരു മനസ്സിൽ വല്ലാത്തൊരു ഫീലാണ്. എൻ്റെ പൂജാ റൂമിൽ ആദിയോഗിയുടെ ഒരു രൂപം ഉണ്ട് കേട്ടോ. അപ്പം എനിക്കവിടെ പോകാനായിട്ട് തീരുമാനിച്ചപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലാണ്. അത് കാണാൻ പോകുന്നു എന്നുള്ള ഒരു ഫീൽ. ഞാനിവിടെ വരുന്നു, എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെ തീരുമാനിച്ച് പോകാനായിട്ടൊരു അവസരം കിട്ടിയപ്പോൾ തന്നെ. ഇത് ഫുള്ള് രുദ്രാക്ഷമാണ്, കോൺസ്ക്രീറ്റഡ് രുദ്രാക്ഷമാണ്. ഇങ്ങനെ ഫുൾ കുഞ്ഞു കുഞ്ഞു രുദ്രാക്ഷം വെച്ചിട്ട് ഒരു മാലയാണ് കേട്ടോ. ശിവഭഗവാന്റെ തൊട്ട് നേരെ ആ താഴെ പോയി നിൽക്കുമ്പോഴത്തേക്കും ഒരു മകൾ അച്ഛൻ്റെ
തൊട്ട് നേരെ ഒരു മടിയിലിരിക്കുന്ന ഒരു ഫീലായിരുന്നു. എനിക്ക് ശരിക്കും അങ്ങനെയാണ് തോന്നിയത്. കാരണം ഞാൻ നല്ലൊരു ശിവഭക്തയാണ്, തിങ്കളാഴ്ച വ്രതം മുടങ്ങാതെ നോക്കുന്ന ഒരാളാണ്. ശരിക്കും എനിക്കൊരു മകൾ അച്ഛൻ്റെ അടുത്തെത്തിയ ഒരു ഫീലാണ്. ഞാൻ എപ്പോഴും മുല്ലേട്ടനോട് പറയാറുണ്ട്, എനിക്ക് ശിവൻ അച്ഛനും ദേവി അമ്മയാണ്. ഞാൻ എപ്പോഴും മുല്ലേട്ടനോട് സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തൊട്ട് നേരെ താഴെ നിൽക്കുമ്പോഴത്തേക്കും അച്ഛനെ കാണാൻ മകൾ വന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. ശരിക്കും ആ മാറോട് ചേർന്ന് നിൽക്കുന്നു. എനിക്കെന്തോ വല്ലാത്ത അവിടെ നിന്ന് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനൊരു ഫീലും വൈബും ഒക്കെയാണ് തോന്നിയത്. ഒരു എനർജിയും പോസിറ്റിവിറ്റിയും ഒക്കെ കിട്ടി അവിടെ നിന്ന്. അങ്ങനെയാണ് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പിന്നെ തിരിച്ച് ഞങ്ങൾ നടക്കാനുള്ള എനർജി ഇല്ലാത്തതുകൊണ്ട് കാളവണ്ടിയിൽ തിരിച്ചു പോയി. വൺ വേ നടന്ന് തിരിച്ചിതാണ് കാളവണ്ടി കേട്ടോ. ഗായത്രിയുടെ മൂവി ഉണ്ടായിരുന്നു, കിച്ചു ഉണ്ടായിരുന്നു കൂടെ. ഇതാണ് അങ്ങോട്ടുള്ള ആദിയോഗിയുടെ അങ്ങോട്ടുള്ള എൻട്രൻസ്. സദ്ഗുരുവിനെ തൊട്ടടുത്ത് നേരിട്ട് കാണാനുള്ളൊരു മഹാഭാഗ്യം ഉണ്ടായെന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നാലും എനിക്ക് സദ്ഗുരുവിനെ നേരിട്ട് ഇത്ര അടുത്ത് കാണാൻ പറ്റും എന്നുള്ളത് അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. സദ്ഗുരുവിൻ്റെ സ്പീച്ച് കേൾക്കാൻ പറ്റിയ 2 മണിക്കൂറോളം ഒരു ഭയങ്കര അത് വല്ലാത്തൊരിതാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ അറിവുകൾ കിട്ടി. നമ്മുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിനെ പറ്റിയും ഒക്കെയാണ് സദ്ഗുരു പറഞ്ഞു തരുന്നത്. ഇന്നർ എൻജിനീയറിങ്, ഇന്നർ സ്ട്രെങ്ത്, നമ്മുടെ ഇന്നർ ട്രാൻസ്ഫോർമേഷൻ, അതിനെപ്പറ്റിയൊക്കെയാണ് സദ്ഗുരു പറഞ്ഞു തരുന്നത് നമുക്ക്. Over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. He became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adiyogi. Seeing the splendor of this magnificent union,
ഇത് രാത്രിയിലത്തെ ഡിന്നറാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്ക് പല കാര്യങ്ങളും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചന്ദ്രകുണ്ട്, പെണ്ണുങ്ങൾക്ക് ചന്ദ്രകുണ്ട്, പിന്നെ ആണുങ്ങൾക്ക് സൂര്യകുണ്ട്. ചന്ദ്രകുണ്ടിൽ ഇങ്ങനെ ഞങ്ങൾ മുങ്ങി കുളിച്ച് അവിടെ നിന്നാണ് നേരെ പോയി ധ്യാനലങ്കയിൽ മെഡിറ്റേറ്റ് ചെയ്ത് ഞാനൊരു 1 hour അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്തു. അതും എനിക്ക് ഓരോന്നിങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആണെന്ന് വീണ്ടും വീണ്ടും ഷെയർ ചെയ്യാതിരിക്കാൻ വയ്യ. പിന്നെ ഒരു ദേവി ടെമ്പിളുണ്ട്, അവിടെ പോയി തൊഴുതു. ഇവിടെ ശരിക്കും മെഡിറ്റേഷൻ തന്നെയാണ് നമുക്ക് ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുന്നത്. രാത്രിയായപ്പോൾ ഞങ്ങൾക്ക് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം ബസ് കണ്ടുപിടിക്കാൻ കുറേ ഒരു കറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ ബസ് കണ്ടുപിടിക്കാനായിട്ട് നടക്കുകയാണ്. ഒരു 10:30 ആയി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും. ഈ ലേസർ ഷോ ഉണ്ടായിരുന്നു. ലേസർ ഷോ ആണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ബസ് കണ്ടുപിടിക്കാൻ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഈഷ ടീമിലെ വോളണ്ടിയേഴ്സ് വൈശാഖം, സന്ദീപും പിന്നെ സിനിമേഴ്സും ഒക്കെ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പരിചയമില്ലാത്ത കൂടെ കുറേ ആൾക്കാരുടെ കൂടെ പോകുമ്പം അത് ശരിക്കും ഡെഫിനറ്റ്ലി അവരുടെ ഹെൽപ്പില്ലാതെ നമുക്കൊരു ഫുൾ ഡേ ഒരു ട്രിപ്പൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പം എല്ലാവരും നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിൽ. അപ്പം നിന്നും കണ്ടുകൊണ്ടിരുന്നവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്കിനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ബൈ.